ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുവിൻ്റെ തലേ ദിവസത്തെ കുറച്ച് ഭാഗങ്ങളടങ്ങിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തേജും ദേവുട്ടനും കൂടിയിട്ട് ഇതാ നല്ല വെയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പകൽ തന്നെ വേഗം എല്ലാം എടുത്തിട്ട് വെയിലിന് ഉണക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ കുറച്ച് പൊട്ടാസിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിനെ. അപ്പോൾ അതിൽ നിന്ന് എല്ലാവർക്കും പിന്നെ പെങ്ങൾക്കും അങ്ങനെയെല്ലാം കുറച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള നമ്മളെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിന്നെ അവർ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിടുന്ന പരിപാടിയിലാണ് കേട്ടോ ഉള്ളത്. നമുക്കിങ്ങോട്ട് കണ്ണൂർ പിന്നെ എന്ത് വിശേഷ ദിവസമായി കഴിഞ്ഞാലും പിന്നെ ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഒന്നാമത്തെ വിഷുവിന് പിന്നെ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മീൻ വാങ്ങാൻ പോയതാണ്. ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടാക്കുന്നത്. അയക്കൂറ വാങ്ങിയിട്ടുണ്ടായിന്, അത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടുള്ളത്. സദ്യ നമ്മൾ എപ്പോഴെങ്കിലും എല്ലാവർക്കും ഒരു മൂഡ് വരണം, സദ്യ ആക്കുക, സദ്യ വേണം എന്നുള്ള ഒരു എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ സദ്യ ആക്കലുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. സദ്യ എന്താ പറയുക, നമ്മൾ വീട്ടിൽ കൂടിയിട്ട് ആകെ ഒരു തവണയായിട്ടാണ് ഞാനിവിടെ സദ്യ ആക്കിയിട്ടുണ്ടായിന്. എല്ലാവർക്കും ഇതിനോടാണ് താല്പര്യം, അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെമ്മീൻ ബിരിയാണീൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ടിട്ട് ചെമ്മീൻ പൊരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗരം മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് പാകത്തിന് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ ഞാൻ കുക്കറിൽ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ റൈസെല്ലാം വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ മസാലയിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ദമ്മിടാൻ വെക്കുന്നുണ്ട്. അതിനിടയിൽ ഇതാ നമ്മളെ നല്ല വരിക്കച്ചക്ക നോക്കി ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ആവോലി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിനെ. നല്ല എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ടിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയ സേമിയ പായസം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം ഒന്നാമത്തെ വിഷുവിന് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം വിഷുവിൻ്റെ ദിവസം മാത്രമേ പിന്നെ പെങ്ങന്മാരെല്ലാം വരൂലേ. അപ്പം അങ്ങനെ പിന്നെ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഇതായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഭക്ഷണമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സേമിയ പായസം ഉണ്ട്, ഫ്രൈ ഉണ്ട്, നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇതൊപ്പം ഇരുന്നിട്ട് കഴിക്കുന്നതാണ്. പെങ്ങളെ പിള്ളേർക്കെല്ലാം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് ഷോപ്പിലേക്ക് പോകുന്നതാണ്. നമ്മളതെല്ലാം വീട്ടുകൂടലിൻ്റെ സമയത്ത് എടുത്തിട്ടുണ്ടായിനെ. അപ്പം പിന്നെ പെങ്ങളെ 2 പെങ്ങളുണ്ടല്ലോ, അവരെ മക്കൾക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. പിന്നെ ഇതാ ഞാൻ നമ്മളെ നെയ്യപ്പം ചുടാൻ വേണ്ടിയിട്ട് കണി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്പം ചുടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചരി പൊതിർക്കാനോ ഒന്നിനും ഞാൻ ഇപ്രാവശ്യം നിന്നിട്ടില്ല കേട്ടോ. ഈസി ആയിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മളിതിൽ 1 കപ്പ് നമ്മളെ പത്തൽ പൊടി ഉണ്ടല്ലോ, ആ പത്തൽ പൊടിയും 1 കപ്പ് മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളെ എന്താ പറയുക തരി ഉണ്ടല്ലോ, റവ, അതെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കുന്നത്. 1/2 കിലോ ബെല്ലമാണ് അതിന് വേണ്ടത്. അപ്പോൾ അതെല്ലാം ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഒന്ന് ബെല്ലം പാവാക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ ഏലക്കായും പഞ്ചസാരയും ഇട്ട് പൊടിച്ചിട്ട് ആ ഒരു മിക്സിയിൽ തന്നെ ഒരു 3 ചെറുപഴം അതെടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ അതും ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എന്താ പറയുക തേങ്ങാക്കൊത്തും എള്ളും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു പണിയുമില്ല, പൊതിർക്കും വേണ്ട അരക്കും വേണ്ട, കയ്യിലുള്ള പൊടി ഇട്ടിട്ട് കലക്കിയിട്ടങ്ങ് റെഡിയാക്കുക വേണ്ടു. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടുന്ന് ഒന്ന് റെഡിയാവുന്നുണ്ട്. നമ്മൾ നെയ്യിലാണ് കേട്ടോ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇത് ആവശ്യത്തിന് എള്ളും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു പഴം മിക്സ് ആ മാവിലേക്ക് ഇടുന്നുണ്ട്. മാവ് ആയിനില്ല, ആ ഒരു അരിപ്പൊടിയിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ബെല്ലവും അതിലേക്ക് ഒഴിക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ പാവ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്.
ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അത് നമ്മളൊരാവശ്യത്തിനനുസരിച്ചിട്ട് ലൂസാക്കി കൊണ്ടുവന്നാൽ മതി. ചൂട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ആ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനെ. അപ്പോൾ അത് ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്, കാര അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഗ്ലാസ്സിലേക്ക് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം അങ്ങനെ അപ്പുറം ഇപ്പുറം മാവാണ്ട് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ട് കഴിയുന്ന വരെ എൻ്റെ ദേവുട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒഴിച്ചു തരാനും മറിച്ചിട്ട് തരാനും എല്ലാം ദേവുട്ടനാണ് കേട്ടോ ഒപ്പരുണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാന്ന് കേട്ടോ കിട്ടിയിട്ടുണ്ടായിന്. ഇതുവരെ ചുട്ടിട്ട് ഇത്രയും നല്ല നെയ്യപ്പം എനിക്ക് കിട്ടിയിട്ടില്ല. അത്രേ ചുട്ടിട്ടുള്ളൂ. പഴമെല്ലാം കൂട്ടുന്നതുകൊണ്ട് മോശമായി പോകണ്ടെന്ന് വെച്ചിട്ട് അത്രേ ചുട്ടിട്ടുള്ളേ. അപ്പം കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം വന്നിട്ട് നമ്മളെ വിളക്കും സംഭവങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിന് കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീനെല്ലാം ആക്കി കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീച്ചിട്ട് കണി വെക്കുമല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇതുപോലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ കേട്ടോ അധികം ഞാൻ വിളക്ക് തേച്ച് കഴുകി വെക്കൽ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ടേ. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും അല്ലേ ആഘോഷങ്ങളെല്ലാം. അപ്പം ഇവിടെ ഈ ഒരു സംക്രമത്തിനും ആഘോഷമുണ്ട്. 1-ാം തീയതി ആ ഒരു ദിവസവും ആഘോഷിക്കും. പിന്നെ വിഷുവിൻ്റെ അന്നും അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിതാ രാത്രി എല്ലാവരും കിടന്നിട്ടുണ്ട്. അതിന് ശേഷം വേഗം ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ 4 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് വേഗം എണീച്ച് പിന്നെ കണിയൊരുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം വോയിസ് ഓവറെല്ലാം കൊടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.